രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ കാര്യസമിതി അംഗം ബയ്യാജി ജോഷി കൊല്ലം അമൃതപുരിയിലെത്തി സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവിയെ സന്ദർശിച്ചു. അമ്മയുടെ സാന്നിധ്യം വലിയൊരു അനുഗ്രഹമാണെന്നും അത് ജീവിതത്തിന് പുതിയ വെളിച്ചവും ദിശാബോധവും പകരുന്നതാണെന്നും ബയ്യാജി ജോഷി പറഞ്ഞു. അമൃതപുരി ആശ്രമത്തിലെ ആത്മീയ അന്തരീക്ഷത്തിൽ ഏറെ നേരം ചെലവഴിച്ച അദ്ദേഹം തുടർന്ന് സന്യാസിമാരുടെ കൂട്ടായ്മയിൽ പങ്കെടുത്ത ശേഷമാണ് മടങ്ങിയത്. കൊല്ലം അമൃതപുരി ആശ്രമത്തിലെത്തിയ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ കേന്ദ്ര കാര്യകാരി സമിതി അംഗം ബയ്യാജി ജോഷിയെ ആശ്രമത്തിലെ മുതിർന്ന സന്യാസിമാരും ബ്രഹ്മചാരിമാരും ചേർന്ന് സ്വീകരിച്ചു. ആത്മീയതയും സേവനവും സമന്വയിക്കുന്ന അമൃതപുരി ആശ്രമത്തിൽ ഏറെ നേരം ചെലവഴിച്ച ബയ്യാജി ജോഷി സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവിയെ സന്ദർശിച്ച് അനുഗ്രഹം തേടി. ആശ്രമത്തിലെ വിവിധ സേവന പ്രവർത്തനങ്ങൾ അദ്ദേഹം തുടർന്ന് സാമാജിക സദ്ഭാവന കൊല്ലം യൂണിറ്റ് സംഘടിപ്പിച്ച സന്യാസിമാരുടെ സംഗമത്തിൽ പങ്കെടുത്ത ബയ്യാജി ജോഷി മൂല്യാധിഷ്ഠിത ജീവിതവും സാമൂഹിക ഐക്യവും കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന് പറഞ്ഞു. അമ്മയെ ദർശിക്കാനും അമ്മയോടൊപ്പം അല്പസമയം ചെലവഴിക്കാനും കഴിഞ്ഞത് ജീവിതത്തിലെ മഹാഭാഗ്യമാണെന്നും അമ്മയുടെ സാന്നിധ്യം ജീവിതത്തിന് വെളിച്ചവും ദിശാബോധവും പകരുന്ന വലിയൊരു അനുഗ്രഹമാണെന്നും അദ്ദേഹം പറഞ്ഞു. पूज्य अम्मा के संपर्क में आए हैं, ये आपका भाग्य है. भारत में करोड़ों लोग हैं, पर कुछ लोग अम्मा के आश्रम में आए, अम्मा के संपर्क में आए, अम्मा का आशीर्वाद मिलता है. ये हमारा सबका पांचवा भाग्य है. इसलिए हमको बहुत आनंद भी है, इसका हमको एक गर्व भी है, एक स्वाभिमान भी है कि हम एक अच्छे समाज में, अच्छे देश में, अच्छे वातावरण में अम्मा के सानिध्य में हम सबको रहने का सौभाग्य प्राप्त हुआ है. സാമൂഹിക ഐക്യം, ദേശീയ കാഴ്ചപ്പാട്, ധാർമ്മിക ബോധം, മൂല്യാധിഷ്ഠിത ജീവിതം, പരസ്പര സ്നേഹവും സഹോദരഭാവവും വളർത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് സന്യാസി ശ്രേഷ്ഠരുടെ സംഗമം അമൃതപുരിയിൽ സംഘടിപ്പിച്ചത്. ജീവിതശൈലിയിലെ മാറ്റങ്ങൾ ജീവിത മൂല്യങ്ങളെ ഇല്ലാതാക്കുകയാണെന്നും തത്വചിന്തയ്ക്ക് വിരുദ്ധമായ ജീവിതശൈലി സമൂഹത്തിന് ഗൗരവമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുകയാണെന്നും ബയ്യാജി ജോഷി പറഞ്ഞു. പ്രാദേശികവാദവും ജാതിചിന്തകളും ഇന്ന് ഭാരതം നേരിടുന്ന പ്രധാന വെല്ലുവിളികളാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അമൃതപുരിയിലെ സന്യാസിമാരും സന്യാസിനിമാരും ബ്രഹ്മചാരിമാരും ബ്രഹ്മചാരിണിമാരും കൊല്ലത്തെ വിവിധ മഠങ്ങളിലെ സന്യാസി ശ്രേഷ്ഠരും സാമാജിക സദ്ഭാവനാ പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. ആത്മീയതയിലൂടെയും മൂല്യാധിഷ്ഠിത ജീവിതത്തിലൂടെയും സാമൂഹിക ഐക്യം ശക്തിപ്പെടുത്തേണ്ടതിന്റെ സന്ദേശം ഉയർത്തിക്കാട്ടിയാണ് സംഗമം സമാപിച്ചത്. അമൃത ന്യൂസ്, കൊല്ലം.